ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സത്യഭാമ വിളിച്ചത് പ്രകാരം ശ്യാമ ഹാളിലേക്ക് വരികയാണ്. നിന്നെ എന്താണെങ്കിലും ഇവിടെ വെച്ചു പൊറുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ശ്യാമ മനസ്സിൽ പറയുമ്പോൾ, എല്ലാം കാണാമെന്നും നിന്റെ ശാലിനിയെക്കാളും ഒരു ക്ലാസ് കൂടുതൽ ഞാനാ പഠിച്ചതെന്നും മധുശ്രീ മനസ്സിൽ പറയുന്നു. തുടർന്ന് മധുശ്രീയുടെ അച്ഛൻ വിഷ്ണുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഭാമ മുകളിലേക്ക് ചെല്ലുകയാണ്. അതേസമയം തറയിൽ നിന്നും തൻ്റെ ഫോൺ എടുക്കുന്ന വിഷ്ണു കമലിൻ്റെ മിസ് കോൾസ് കാണുകയാണ്. ഇവൻ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുമ്പോൾ സത്യഭാമ അങ്ങോട്ടേക്ക് വരികയും വിഷ്ണുവിനെയും കൂട്ടി താഴേക്ക് പോവുകയും ചെയ്യുന്നു. വിഷ്ണുവിനെ കണ്ട മാത്രയിൽ തന്നെ മധുശ്രീ മനസ്സിൽ പറയുകയാണ്, ഇവൻ ഒരുപക്ഷെ ശാലിനിയുടെ ഭർത്താവല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഇവനെ ഒന്ന് നോക്കിയേനെ. അങ്ങനെ വിഷ്ണു വന്ന് മധുശ്രീയുടെ അടുത്തിരിക്കുമ്പോൾ സത്യഭാമ ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ എന്ന് മധുശ്രീയോട് ചോദിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമായെന്ന് മധുശ്രീ പറയുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ബാക്കി എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് കമലനെയാണ്. സത്യഭാമയുടെ വീട്ടിലേക്ക് എത്താൻ ഒരു വണ്ടി പോലും കമലന് കിട്ടുന്നില്ല. വിഷ്ണുവിനെ പോലെ ഒരാളെയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്, അതുകൊണ്ടാണ് എൻ്റെ വിവാഹം ഇത്രയും താമസിച്ചതെന്ന് മധുശ്രീ പറയുമ്പോൾ മധുശ്രീയുടെ അമ്മ പറയുകയാണ്, അതെ, 3ാം ക്ലാസ് മുതൽ ഇവൾക്ക് ഓരോരോ പ്രൊപ്പോസൽ വരുന്നതാ. പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് പോലും പ്രൊപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്കും നല്ല കുട്ടിയായതുകൊണ്ടാണെന്ന് ബ്രോക്കർ പറയുമ്പോൾ പപ്പി പറയുകയാണ്, അല്ല, ഇവരൊരു നല്ല സ്ത്രീയല്ല. മോളെ, നീ എന്തൊക്കെയായി പറയുന്നതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പപ്പി പറയുകയാണ്, എനിക്ക് ഉറപ്പാ സത്യമേ, ഇതൊരു ബാഡ് ഗേൾ തന്നെയാ. മോൾക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്നാ തോന്നുന്നത്. നിങ്ങളിതൊന്നും കാര്യമാക്കണ്ടെന്ന് മധുശ്രീ പറയുന്നു. മോളെ, നീ അകത്ത് പോകാൻ സത്യഭാമ പറയുമ്പോൾ പപ്പി പറയുകയാണ്, അല്ല സത്യാമ്മേ, ഇവർ കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതിൻ്റെയുമൊക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് കേൾക്കുന്ന മധുശ്രീയും വീട്ടുകാരും ഞെട്ടലോടെ പപ്പിയെ നോക്കുകയാണ്. മോൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നിങ്ങളൊക്കെ എന്തിനാ ടെൻഷനാകുന്നതെന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ രോഹിത്തും രാഘവൻ നായരും പറയുകയാണ്, അങ്ങനെ പപ്പി മോള് കള്ളം പറയാറില്ലല്ലോ, എന്താ കാര്യമെന്ന് ഞങ്ങൾ ചോദിക്കട്ടെ. ഈ വിവാഹം എന്നാലേ ആജീവനാന്തം നിലനിൽക്കേണ്ടതല്ലേ എന്ന് രാഘവൻ നായർ പറയുന്നു. തുടർന്ന് രോഹിത്ത് പറയുകയാണ്, മോളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, മോള് പോയി ഫോൺ എടുത്തോണ്ട് വാ. അങ്ങനെ പപ്പി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനിയുടെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് രാഘവൻ നായർ ബ്രോക്കറിനോട് പറയുകയാണ്, ഇതിനു മുമ്പും താനൊരു ഏടാകൂടം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാ. ഇതും അതുപോലെയാണെങ്കിൽ താൻ വിവരം അറിയും. ഭഗവാനെ പെട്ടു, ഇവളെയും കൊണ്ട് ഇവിടെ വരാതിരുന്നാൽ മതിയായിരുന്നു. ആ സുസ്മിതയുടെ പ്രകോപനങ്ങളിൽ പെട്ടുപോയതാ. അതേസമയം പേടിയോടിരിക്കുകയാണ് മധുശ്രീ. അതേസമയം പപ്പി ഫോണുമായി താഴേക്ക് വരുന്നുണ്ടെങ്കിലും അതിലെ വീഡിയോ പ്ലേ ആകുന്നുണ്ടായിരുന്നില്ല. എവിടെടി നീ പറഞ്ഞ വീഡിയോ എന്ന് സത്യഭാമ ചോദിക്കുന്നു. വീട്ടിൽ വരുന്ന മാന്യന്മാരെ കള്ളന്മാരാക്കാൻ ശ്രമിച്ചാൽ നിന്റെ തോല് ഞാൻ പൊളിച്ചെടുക്കുമെന്ന് സത്യഭാമ പറയുമ്പോൾ, അല്ലെന്നും ഞാൻ ഇവരുടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണെന്നും പപ്പി പറയുന്നു. വീട്ടിൽ പോയെന്നോ, നീ എങ്ങനെ പോയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പപ്പി മനസ്സിൽ പറയുകയാണ്, സത്യയുടെ പേര് പറഞ്ഞാൽ സത്യം എന്നെ അടിച്ചു കൊല്ലും, അതുകൊണ്ട് പപ്പിയുടെ പേര് പറയണ്ട. ബാമേ, നീ കൊച്ചിനെ വിട്ടെ, നിനക്കല്പം കൂടുന്നുണ്ടെന്ന് രാഘവൻ നായർ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പപ്പി ഓടിച്ചെന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. തുടർന്ന് മധുശ്രീയുടെ അച്ഛൻ പറയുകയാണ്, ചെറിയൊരു കുഞ്ഞിന് പറ്റിയ നാവുപിഴ, ഞങ്ങളിതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതേസമയം കമലൻ കൂട്ടുകാരൻ്റെ ബൈക്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. മധുശ്രീയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന പപ്പിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.